നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ധരംശാലയിൽ PBKs വിജയിച്ചു. LSCയെ തകർത്ത് തരിപ്പണമാക്കിയത് 37 റൺസിനാണ്. ബദോനിയുടെയും സമദിൻ്റെയും മാത്രം ചെറുത്ത് നിൽപ്പുകൊണ്ട് LSCക്ക് ഒന്നും നേടാനാവുമായിരുന്നില്ല. ഋഷഭ് പന്ത് പതിവ് പോലെ തന്നെ നിരാശനാക്കി മടങ്ങി കയറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ വലിയ പ്രതീക്ഷയായിരുന്ന മൾക്രം, മാർഷ്, പൂറൻ എന്നിവരൊന്നും വലിയ സംഭാവന കൊടുക്കാതിരുന്നതോടെ 199 റൺസിന് LSGയുടെ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത PBKs നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 236 എന്ന പടുകൂറ്റൻ സ്കോർ ഉയർത്തിയിരുന്നു. കളിയിൽ പ്രിയാൻ ഷാരിയെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും പ്രഭ്സിമ്രാൻ സിംഗ് മറുഭാഗത്ത് നിന്ന് പൊളിച്ചെടുക്കുകയായിരുന്നു. മറ്റൊരു താരത്തിൻ്റെ കൂടി സെഞ്ചുറി നഷ്ടമാകുന്നത് നമ്മൾ കണ്ടു. 48 പന്തിൽ 6 ഫോറും 7 സിക്സും അടക്കം പ്രഭ്സിമ്രാൻ സിംഗ് 91 റൺസാണ് അടിച്ചത്. ഇന്നലെ തന്നെ പരാഗിൻ്റെ സെഞ്ചുറി 90s വെച്ച് വീണിരുന്നു. അതിന് മുമ്പത്തെ ദിവസം ആയുഷ് മേത്രയ്ക്ക് സെഞ്ചുറി നഷ്ടമായിരുന്നു. അതുപോലെ തന്നെ 90കളിൽ താരങ്ങൾ വീഴുന്നത് ഈ IPL തുടരുകയാണ്. ഏതായാലും 91 റൺസ് പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ കിടിലൻ ഇന്നിങ്സ് ആണ് നമ്മൾ കണ്ടത്. ഇംഗ്ലീഷ് 14 പന്തിൽ നിന്ന് സിക്സർ അടിച്ചു തുടങ്ങിയ ആ ഒരു പ്രകടനം നോക്കുക. പക്ഷേ 14 പന്തുകൾ അത് നീണ്ടു നിന്നുള്ളൂ. ഒരു ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 30 റൺസ് അടിച്ചു. ശ്രേയസ് അയ്യർ 25 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സും അടക്കം 45 റൺസിൻ്റെ സംഭാവന. വധേര 16 റൺസാണ് അടിച്ചത്. അതുപോലെ ശശാങ്ക് സിംഗിൻ്റെ ഒരു കിടിലൻ പ്രകടനം, അദ്ദേഹത്തിൻ്റെ ഒരു മോൺസ്റ്റർ ഹിറ്റ് ഉണ്ടായിരുന്നു. കൂടാതെ 4 ഫോർ ഉണ്ടായിരുന്നു. 15 പന്തിൽ 33 റൺസാണ് അദ്ദേഹം അടിച്ചത്. സ്റ്റോയിനിസ് 5 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 15 റൺസും സംഭാവന ചെയ്തു. അങ്ങനെ ഒരു വമ്പൻ സ്കോർ 236. മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ തന്നെ പിഴക്കുന്നു LSGക്ക്. മാർഷ് ഡക്കാവുന്നു. നിക്കി പൂറൻ 6 റൺസുമായിട്ട് മടങ്ങുന്നു. മൾക്രം 13 റൺസ്. ഋഷഭ് പന്ത് 17 പന്തുകൾ നിന്നിട്ട് 2 ഫോറും 1 സിക്സും അടക്കം 18 റൺസ്. പിന്നെയാണ് ബദോനി സമദ് ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ശ്രമം നടക്കുന്നത്. അതിനിടക്ക് ഡേവിഡ് മില്ലർ 8 പന്തിൽ നിന്ന് 11 റൺസുമായിട്ട് മടങ്ങുകയും ചെയ്തിരുന്നു. 40 പന്തിൽ നേരിട്ട ബദോനി 5 ഫോറും 5 സിക്സും അടക്കം 74 റൺസാണ് അടിച്ചത്. 24 പന്തിൽ നിന്ന് 2 ഫോറും 4 സിക്സും അടക്കം സമദ് 45 റൺസും അടിച്ചു. എന്തായാലും ഒടുവിൽ വിജയത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ആവേശ് ഖാൻ 10 പന്തിൽ നിന്ന് 19 റൺസിന് ഒരു സംഭാവനയും നൽകി. ടീം 199 റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ പൂർത്തിയാക്കുമ്പോൾ എടുത്തിരുന്നത്. അങ്ങനെ 37 റൺസിൻ്റെ തോൽവിയാണ് LSG ഏറ്റുവാങ്ങിയത്. എടുത്തു പറയേണ്ട ബോളിംഗ് പ്രകടനം അർഷ്ദീപ് സിംഗിൽ നിന്ന് 4 ഓവറിൽ 16 റൺസിന് 3 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. ഒമർസായി 4 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി. ചാഹലും യാൻസനും ഓരോ വിക്കറ്റുകളും എടുത്തിരുന്നു. എന്തായാലും നോക്കുക, LSG വീണ്ടും പരാജയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് വീണ് കഴിഞ്ഞു. 11 കളികളിൽ നിന്ന് 10 പോയിന്റ് അവർക്കുള്ളൂ. അതേസമയം PBKs 11 കളികളിൽ നിന്ന് 15 പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.